ഇന്ന് പറയാൻ പോകുന്നൊരു സബ്ജക്റ്റ് സെക്യൂരിറ്റി ജീവനക്കാരും അവരുടെ മാനുഷികമായ മൂല്യങ്ങളും അവരുടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ അവർ നമ്മളോട് കാണിക്കുന്ന മര്യാദകൾ. ഇന്ന് രാവിലെ ഒരു 12-12:30 ടൗണിൽ ഹോട്ടലിലാണ് ഫ്രണ്ടിലൊരു കാറ് ഇങ്ങനെ കൊണ്ടുവിടുകയാണ്. ചോറ് കഴിക്കാൻ വന്നതാണ്, ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഒരു 3-4 കാർ അവിടെ കിടപ്പുണ്ട്. 2 കാറ് അവിടെ കിടക്കും, കയറ്റിയിടാൻ നേരെ ഇട്ട കിടക്കും. ഒരു കാർ അവിടെ കൊണ്ടുപോയിട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നു, സാറേ ഇതൊന്ന് മാറ്റി ഒന്ന് ഒതുക്കിയിട്ടിരുന്നെങ്കിൽ, ചേർത്ത് ഒതുക്കിയിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്തോ പറഞ്ഞു. ഞാനാണ് ഫുഡ് കഴിക്കാൻ വാതിക്കരുന്നുകൊണ്ട് കണ്ടു. പക്ഷേ ആ പുള്ളിക്കാരനും ഫാമിലി അയാളെന്തോ തട്ടിക്കയറി എന്തൊക്കെയോ പറഞ്ഞു തിരിച്ചങ്ങ് പോയി. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അത് ഞാനിത് വെളിയിലിറങ്ങി, എൻ്റെ വണ്ടി വെളിയിലായിരുന്നിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ അവിടെ മാറി നിന്നു. ഇതൊന്നും ഓർത്തല്ല, നേരെ തിരിച്ച് വന്നപ്പോൾ പിന്നെ അമ്പരപ്പിക്കുന്നൊരു കാഴ്ച കണ്ടത്. ആ മനുഷ്യൻ ആ ഫാമിലിയായിട്ട് ഇറങ്ങി വന്ന് ഊണ് കഴിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിനോട് സോറി പറയുന്നു, കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, എന്തോ ചെറിയ പൈസ അവർക്ക് അദ്ദേഹത്തിന് കൊടുത്ത്. 2 പേരും സന്തോഷത്തോടെ. ഒരുപക്ഷെ ഫാമിലിയിലുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ അന്നേരത്തെ ആ ഒരു മനോഭാവത്തിൽ അദ്ദേഹം പറഞ്ഞായിരിക്കാം. പക്ഷെ ഇന്ന് വൈകിട്ട് ഞാൻ ടൗണിൽ ചെന്ന് നമ്മുടെ വീട്ടിൽ സാധനം മേടിക്കാനൊക്കെ കൂടി ഞാൻ ബൈക്കിലാണ് പോയത്. ചെന്നപ്പോൾ കാണുന്നൊരു കാഴ്ച ഇതുപോലെ എല്ലായിടത്തും സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായതുകൊണ്ട് അവരാണെങ്കിൽ ഒരു 30-35 വയസ്സേ ഉള്ളൂ. 32 വയസ്സ് കൂടുതൽ കാണത്തില്ല. ഇത് ഈ പുള്ളിക്കാരൻ നമ്മൾ ബൈക്ക് ഓടി ചെന്നപ്പോൾ അങ്ങോട്ട് മാറ്റും. പുള്ളി ഇത്രയും നേരം ടയർഡായിട്ട് ജോലി ചെയ്തതിൻ്റെതാണോ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ സ്നേഹത്തോട് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളും അവരെ ചേർത്ത് പിടിക്കണം. കാരണം അവർ ഇത്രയും നേരം ജോലി ടയർഡായിട്ടിരിക്കും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. ചിലപ്പോൾ സ്ഥലമില്ലാത്തടത്താണ്ട് ഈ ഒരു ഡിസിപ്ലിൻ എല്ലാം വണ്ടി കൊണ്ടിടുന്നത് നമ്മുടെ കൂട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ളവരാണ്. ചില സാഹചര്യത്തിൽ നമ്മൾ കൊണ്ടുവിട്ട് പോകും. ചിലപ്പം കാറല്ല, ബൈക്കാണെങ്കിൽ പോലും ഹാൻഡ് ലോക്ക് ചെയ്തിട്ടാണ് പോണേ. ഒരു മുതലാളി വരുമ്പോൾ ഒരുപക്ഷെ അവരെ ആയിരിക്കും ചീത്ത വിളിക്കും. ഇത് പലപ്പോഴും നമ്മൾ ഇപ്പോഴെങ്കിലും തുടങ്ങിയല്ലോ, കുറേ നാൾ നമ്മളിങ്ങനെ വീക്ഷിച്ചിട്ടുണ്ട്. ഇത് അന്നൊന്നും പറയണമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ ഇത് പറയുകയാണ്. എന്നിട്ട് നമ്മളും അവരെ ചേർത്ത് പിടിക്കുക. നമ്മളെ വീട്ടിൽ മനുഷ്യരാണ്, അവർക്കൊരു കുടുംബമുണ്ട്. അവരും നമ്മളോട് സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. ആരെയും കുറ്റമായിട്ട് പറഞ്ഞതല്ല, എനിക്ക് പറയണമെന്ന് തോന്നി. ഏറെ കാലം കൊണ്ട് ഞാനിത് ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റുകൾ ഇടുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.